ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ചലനവുമായി ബന്ധപ്പെട്ട ആറാമത്തെ ക്ലാസ് ആണിത്. നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കുകയാണ്. ആൾറെഡി നമ്മൾ എന്താണ് ചലനം എന്ന് പഠിച്ചു, അതിനുശേഷം ചലന സമവാക്യങ്ങളെ പറ്റി പഠിച്ചു, ചലന സമവാക്യവുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മൾ ചെയ്തു, അതിനുശേഷം വിവിധ തരം ചലനങ്ങളെ പറ്റി പഠിച്ചു. പിന്നീട് നമ്മൾ ലാസ്റ്റ് സെക്ഷനായ ചലന നിയമങ്ങളിലേക്ക് കടന്നു. അതിൽ നമ്മൾ ഒന്നാം ചലന നിയമമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ഈ ക്ലാസ്സിൽ നമുക്ക് രണ്ടാം ചലന നിയമവും മൂന്നാം ചലന നിയമവും പഠിക്കണം. അതോടുകൂടി ചലനം എന്ന ടോപ്പിക്ക് കഴിയും. നല്ല ഡീറ്റെയിൽ ആയിട്ടാണ്, സമയം അവിടെ ഒരു പ്രശ്നമേ അല്ല. സോ ഇനി ഇതിനു ശേഷം നമുക്ക് PYQs ചെയ്യണം. ചലനവുമായി ബന്ധപ്പെട്ട ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട PYQസും SCRTയും നോക്കിയതിനു ശേഷമാണ് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോകാൻ വേണ്ടിയുള്ളത്. സോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാം ചലന നിയമവും മൂന്നാം ചലന നിയമവും നോക്കാടാ. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയുണ്ടടാ. വേറൊന്നുമല്ല, ഞാൻ ഇപ്പോഴാണ് യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ സെറ്റാക്കി മനസ്സിലായി വരുന്നത്. സോ നിങ്ങളുടെ കമന്റ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. കമന്റ് എല്ലാം കേൾക്കുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. ആ കമന്റിൽ എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്, സാറേ ഇട്ടേച്ച് പോവല്ലേ, പകുതി വഴി വെച്ച് ഇട്ടേച്ച് പോവല്ലേ, ഫുൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് തരണേ എന്ന്. ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു, ഫിസിക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നതായിരിക്കും. ടോപ്പിക്ക് പക്കാ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. ആ കേസിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ചാനൽ അതിന് വേണ്ടി ഫോളോ ചെയ്യാം. അപ്പോൾ എന്നോട് കുട്ടികൾ ചോദിച്ച മറ്റൊരു കേസാണ് നോട്ട്, ഇതുമായി ബന്ധപ്പെട്ട നോട്ട്. സോ അപ്പം എനിക്കും അതിന്റെ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നടാ. സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ നോട്ട് ഇടാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട നോട്ട്, മറ്റ് അനൗൺസ്മെന്റ് അതൊക്കെ ചെയ്യാൻ വേണ്ടി ആസ് യൂഷ്വൽ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് ഫിസിക് PSC എന്നാണ്. ഈ ചാനലിന്റെ അതേ പേരാണ് ടെലഗ്രാമിനുള്ളത്, ഫിസിക് PSC. നിങ്ങൾ ടെലഗ്രാമിൽ ഫിസിക് PSC സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ലിങ്ക് കൊടുത്തേക്കാമേ. ഇതൊന്നുമില്ല, ഫിസിക്സ് ഇല്ലേ, ഫിസിക്സ് അല്ലെ, എസിനെ ഞാൻ അങ്ങ് മാറ്റി, അത്രയേ ഉള്ളൂ, ഫിസിക് PSC. അപ്പോൾ ആ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നോട്ട് ഷെയർ ചെയ്യാം. മറ്റ് നിങ്ങൾക്ക് ഡൗട്ടുകൾ അതിൻ്റെ അകത്ത് ചോദിക്കാൻ വേണ്ടി പറ്റും. ആ രീതിക്ക് ആ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. സോ ഇതാണ് ടെലഗ്രാം ചാനൽ. ഇതും നിങ്ങൾ തന്നെയാണ് എന്നോട് പറഞ്ഞ സാറ് ടെലഗ്രാം ചാനൽ തുടങ്ങാൻ. അതുകൊണ്ടാണ് ഞാൻ ടെലഗ്രാം ചാനൽ എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട, എന്തായാലും ഫിസിക്സിലെ കാര്യങ്ങളെല്ലാം എടുത്ത് തീർക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, എന്നെ കൊണ്ട് മറ്റേതെങ്കിലുമൊക്കെ സബ്ജക്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഞാൻ എടുക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ കൊണ്ടുപോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, നിങ്ങളെല്ലാവരും കൂടെ കാണും, സപ്പോർട്ട് ചെയ്യും എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ക്ലാസ്സുകൾ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ശ്രീരാജ് സാറിൻ്റെ ക്ലാസ് എഫേർട്ട് ഇട്ട് സാർ എടുക്കുന്നു, ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഏത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം? പഠിക്കുന്നവർക്ക് ഷെയർ ചെയ്യണം. അല്ലാതെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചങ്കിനെടുത്ത് ഇതൊന്നും അയച്ചു കൊടുത്ത് കളയരുത്. അവനൊരു ഉപയോഗം കാണൂല. ഉപകാരപ്പെടുന്ന ആൾക്കാർ, നിങ്ങൾ കമ്പനി സ്റ്റഡി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ PSCയുടെ ഗ്രൂപ്പൊക്കെ കാണുമല്ലോ, അങ്ങനത്തെ ഗ്രൂപ്പുകളിലേക്ക് PSCയുമായി ബന്ധപ്പെട്ട RRBയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമിന് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അവർക്കും ഉപകാരപ്പെടട്ടെ, അതാണ് എൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും ഉപകാരപ്പെടണം, അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അതിന് വേണ്ടിയാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ആ രീതിക്ക് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് ചെയ്യുക. കമൻ്റൊക്കെ വായിക്കാറുണ്ട്, സെറ്റാണ്. വളരെയധികം സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. സോ ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണടാ. സോ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാം ചലന നിയമമാണ്. നമുക്ക് ഒന്നാം ചലന നിയമം പഠിപ്പിച്ചപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? നമ്മൾ ഒന്നാം ചലന നിയമത്തിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, ഒന്നാം ചലന നിയമം പഠിച്ച സമയത്ത് നമ്മൾ ആദ്യം അതിൽ എന്തിനെ പറ്റിയാണ് പഠിച്ചത്? ജഡത്വത്തെ പറ്റിയല്ലേ പഠിച്ചത്. കാരണം എന്താണ്? ഒന്നാം ചലന നിയമത്തിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ജഡത്വത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ജഡത്വം പഠിച്ചു, എന്നിട്ട് ഒന്നാം ചലന നിയമം പഠിച്ചു. അപ്പോൾ PSC ചോദിക്കും, ജഡത്വത്തെ പറ്റി പറയുന്ന ചലന നിയമം ഏത്? ഒന്നാം ചലന നിയമം. അതുപോലെ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമവും ഏതാണ്? ഒന്നാം ചലന നിയമമാണ്. എന്നാൽ ജഡത്വ നിയമം ആവിഷ്കരിച്ചതാര്? അത് ഗലീലിയോ. ഈ പോയിന്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. എനിവേ, ഒന്നാം ചലന നിയമത്തിൽ നമ്മൾ ഏതിനെ പറ്റി പഠിച്ചു? ജഡത്വത്തെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ രണ്ടാം ചലന നിയമത്തിൽ ആക്കത്തെ പറ്റി പഠിക്കുന്നു. എന്തിനെ പറ്റി പഠിക്കുന്നോടാ? ആക്കത്തെ പറ്റി പഠിക്കുന്നു. ആക്കം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മൊമെന്റം എന്നാണ്. എന്നോടൊരു കുട്ടി പറഞ്ഞു, സാറേ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ ഉൾപ്പെടുത്താൻ പറഞ്ഞു. ഞാൻ മാക്സിമം ഇംഗ്ലീഷ് വാക്കുകൾ ചെയ്യുന്നുണ്ടടാ. സോ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഇംഗ്ലീഷ് വാക്ക് കിട്ടിയില്ലെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി, അതും ഞാൻ പറഞ്ഞു തരാം. സോ നോക്കിക്കോ, ആക്കം. ആക്കത്തിന്റെ ഇംഗ്ലീഷ് ആണ് എന്ത്? മൊമെന്റം. എടാ, മൊമെന്റത്തിന്റെ ആദ്യത്തെ ലെറ്റർ M അല്ലേ? അല്ലെ? അപ്പൊ നമ്മൾ M കൊണ്ടല്ലേ സൂചിപ്പിക്കേണ്ടത്. പക്ഷെ M നമ്മൾ ആൾറെഡി ആർക്ക് കൊടുത്തു? മാസിന് ആൾറെഡി എന്ത് കൊടുത്തിട്ടുണ്ട്? M. അതുകൊണ്ട് മൊമെന്റത്തെ P എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മൊമെന്റത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? P. അത് ആദ്യം മനസ്സിലാക്കുക. ക്ലിയർ? ഇനി മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് വെച്ചാൽ പ്രവേഗം. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണ്ഡം അല്ലെ? അത്രയും നമ്മൾ സിമ്പിൾ ആവേണ്ട ആവശ്യമില്ല. മാസ് ഇൻറ്റു പ്രവേഗം അഥവാ മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്കം
കിട്ടും. ഇനി എന്താണ് ഈ ആക്കം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതത്തെ വിളിക്കുന്ന പേരാണ് ആക്കം. സിമ്പിളാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതം എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, ഞാൻ ഓടി വന്ന് നിങ്ങളെ ഇടിച്ചാൽ ഒരു ഡാമേജ് ഉണ്ടാവൂലേ നിങ്ങൾക്ക്, അതിനെ വിളിക്കുന്ന പേരാണ് ആക്കം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ മാത്രം ഓർത്തിരിക്കുക ആദ്യം. അതായത് ഒരാള് ഓടി വന്ന് നമ്മളെ ഇടിച്ചാൽ നമുക്ക് എന്തുണ്ടാകും? ഒരു ആഘാതം ഉണ്ടാകും. ആ ആഘാതത്തെ, ആ ഡാമേജിനെ വിളിക്കുന്ന പേരാണ് ആക്കം. കഴിഞ്ഞു. ക്ലിയർ ആണ് നിങ്ങൾക്ക്? പക്ക. ആക്കം എങ്ങനെ കണ്ടുപിടിക്കാം? ആക്കം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ക്ലിയർ ആയോ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ലേ, വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്കത്തിന്റെ എന്തെന്ന് പറയുന്നത് യൂണിറ്റ്. ക്ലിയർ ആയോ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് എടാ നിങ്ങൾ സിമ്പിളി ആലോചിച്ച് നോക്ക്. ഞാൻ ഓടി വന്നിടിക്കുമ്പോഴല്ലേ ആഘാതം ഉണ്ടാവുന്നത് അല്ലേ? ഇപ്പൊ നിങ്ങളായാലും ഞാനായാലും ഓടി വന്നാലേ ഇടിക്കുമ്പോൾ എന്തുണ്ടാവുള്ളൂ? ആഘാതം ഉണ്ടാവുള്ളൂ. എന്നാൽ ഞാൻ ഇവിടെ വെറുതെ നിൽക്കുകയെന്ന് വിചാരിക്കാം. ഞാൻ ഓടുന്നൊന്നുമില്ല, ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. ഈ അവസ്ഥയാണ് നിശ്ചലാവസ്ഥ അല്ലേ? അപ്പൊ ഞാൻ വെറുതെ നിൽക്കുന്ന, നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വസ്തുവിന് ആർക്കെങ്കിലും ആഘാതം ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ? ഇല്ല. അതായത് ഓടി വന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം, ആ ആഘാതത്തിലെ ആക്കം എന്ന് വിളിച്ചത്. സോ നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ചെന്ന് ഇടിച്ച് ആഘാതം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അനങ്ങാൻ നിൽക്കുകയല്ലേ. സോ നിശ്ചലാവസ്ഥയുള്ള വസ്തുക്കൾക്ക് എന്തില്ല? ആക്കം ഇല്ല. ഇല്ല എന്ന് പറയൂല ഫിസിക്സില്, പകരം ഫിസിക്സിൽ എന്തെന്ന് പറയും? സീറോ. ഇല്ല എന്നതിന് പകരം ഫിസിക്സുകാർ ഉപയോഗിക്കുന്ന വാക്കാണ് ഏത്? സീറോ. സോ നിശ്ചലാവസ്ഥയുള്ള വസ്തുവിന്റെ ആക്കം എന്താണ്? സീറോയാണ്, പൂജ്യമാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. അടുത്ത് അപ്പൊ നിശ്ചലാവസ്ഥയിലെ വസ്തുവിന് ആക്കമില്ലെന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വസ്തുവിന് മാത്രമേ എന്തുള്ളൂ? ആക്കമുള്ളൂ. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ശരി, അടുത്ത് യൂണിറ്റ് ഞാൻ ആൾറെഡി പറഞ്ഞോടാ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി അതിനുശേഷം നോക്ക്, നമുക്കിനി രണ്ടാം ചലന നിയമത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് കോൺസെപ്റ്റുകൾ പറയേ. നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ കിളി പോവും, കയ്യിൽ നിന്ന് പോവും. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ടും പക്കയാകും. സോ ആദ്യമേ ശ്രദ്ധിച്ചിരിക്കണേ. തുടങ്ങിയാണ് എടാ. സോ അപ്പൊ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന ഡാമേജിനെ വിളിക്കുന്ന, ആഘാതത്തെ വിളിക്കുന്ന പേരാണ് ആക്കം. നിശ്ചലാവസ്ഥയിലെ വസ്തുവിന് ആക്കമില്ല, ചലിക്കുന്ന വസ്തുവിനെ ആക്കമുള്ളൂ. അപ്പൊ ഈ ചലിക്കുന്ന വസ്തുവിന്റെ ആക്കത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറയും, ചലിക്കുന്ന വസ്തുവിന്റെ ആക്കം സ്ഥിരമായിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യം കൺഫ്യൂഷൻ അടിക്കേ, എങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണേടാ. ചലിക്കുന്ന വസ്തുവിന്റെ ആക്കം സ്ഥിരമായിരിക്കും എന്ന് ഞാൻ ആദ്യം പറയുന്നു. എന്തായിരിക്കും എന്ന് പറയുന്നു? സ്ഥിരം ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് അർത്ഥം? അതായത് ഞാൻ ഓടി വന്ന് നിങ്ങൾ ഇടിക്കാന്ന് വിചാരിക്കുക. ഞാൻ എവിടെ വെച്ച് നിങ്ങളെ ഇടിച്ചാലും ഉണ്ടാകുന്ന ആഘാതം സെയിം ആയിരിക്കുമെന്നാണ് അർത്ഥം. ഞാൻ വരച്ച് കാണിച്ചു തരാം, ബോഡി നോക്കിക്കോടാ. സോ എടാ, ഇത് ഞാനാണേ, ഞാൻ ഓടി വന്ന് ഇവിടെയുള്ള ഒരു ഭിത്തിയിൽ ഇടിക്കുകയാണെന്ന് വിചാരിക്കണേ. ഓടി വന്ന് ഇവിടെയുള്ള ഏതിലിടിക്കുകയാണ്? ഭിത്തിയിൽ. സോ നോക്കിക്കോ, ഞാൻ ഓടി വരുന്നു, നേരെ വന്ന് എവിടെ ഇടിക്കുന്നു? ഭിത്തിയിൽ ഇടിക്കുന്നു. ഇടിക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാകും? ഒരു ഡാമേജ് ഉണ്ടാകും അല്ലേ? ഈ ഡാമേജിനെ നമ്മൾ വിളിച്ച പേരാണ് ആക്കം. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓടി വന്ന് ആ ഭിത്തിയിൽ ഇടിച്ച അവിടെ ഒരു ഡാമേജ് ഉണ്ടായി, ആ ഡാമേജിനെ വിളിച്ച പേരാണ് ആക്കം. ചലിക്കുന്ന വസ്തുവിന്റെ ആക്കം സ്ഥിരമാണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ലോജിക് വെച്ച് ആലോചിച്ച് നോക്കടാ. ഈ ഭിത്തി എവിടെയായിരുന്നുവെങ്കിലും ഈ ഞാൻ ഉണ്ടാക്കുന്ന ആക്കം സെയിം ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഞാൻ ഓടി വന്നിടിക്കുമ്പോൾ ഇവിടെ വന്നിടിക്കുമ്പോൾ ഉണ്ടാവുന്ന സെയിം ആഘാതമാണ് ഭിത്തി ഇവിടെ ആയിരുന്നുവെങ്കിലും ഉണ്ടാവാൻ പോണത്. അതേ ആഘാതമായിരിക്കും ഭിത്തി ഇവിടെ ആയിരുന്നുവെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പോണ ആഘാതത്തിന്റെ അളവ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ചിന്തിക്കും, സാറേ ഇവിടെ നിന്ന് വന്ന് ഇവിടെ ഇടിക്കും പോലെ അല്ലല്ലോ ഇവിടെ നിന്ന് വന്ന് ഇവിടെ ഇടിക്കണത്, അത്രയും പവർ അല്ലല്ലോ ഇത്രയും ദൂരം വരുമ്പോൾ ഇടിക്കുന്നത്. അതാണ് നമ്മൾ നോർമലി ആലോചിക്കുക. അവിടെയാണ് ട്വിസ്റ്റഡാ. ഞാൻ ഇവിടെ നിന്നല്ല ഓടി തുടങ്ങിയത്, ഞാൻ എവിടെ നിന്നോ ഓടി വരികയായിരുന്നു. ഞാൻ എവിടെ നിന്നോ ഒരേ വെലോസിറ്റിയിൽ വരികയായിരുന്നു, ഒരേ പ്രവേഗത്തോട് ഞാൻ എവിടെ നിന്നോ എന്ത് ചെയ്യാണ്? വരികയാണ്. എന്നാലോചിച്ച് നോക്കുക. അങ്ങനെ വന്നാൽ എവിടെ വന്നിടിച്ചാലും ഉണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ആക്കം കണ്ടുപിടിക്കാനുള്ള ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മാസ് കോൺസ്റ്റന്റ് അല്ലേ? ഞാനല്ലേ ഓടി വരുന്നത്. അപ്പൊ എപ്പോഴും എടുക്കുന്നത് എൻ്റെ മാസ് 10 ആണെങ്കിൽ കുറച്ച് ഓടിയാൽ എൻ്റെ മാസ് 5 ആവോ? ഇല്ല, മാസ് സെയിം ആയിരിക്കും. അപ്പം വെലോസിറ്റിയും സെയിം വെലോസിറ്റിയിലാണ് വരുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന ഉത്തരം എപ്പോഴും എന്തായിരിക്കും?
സെയിം ആയിരിക്കും. മനസ്സിലായോ? ആരെയാണ് വന്ന് ഇടിക്കുന്നത് എന്നുള്ള എന്നോട് പ്രസക്തി ഇല്ല. ഇപ്പൊ ഞാൻ ഒരു ഭിത്തി ചെന്നിടിച്ചാലും അതേപോലെ ഞാനൊരു പാണ്ടിലോറിയിൽ ചെന്നിടിച്ചാലും ഒക്കെ എനിക്കുണ്ടാക്കാൻ പറ്റാവുന്ന ആക്കം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് ഒരേ വെലോസിറ്റിയിലായിരിക്കുമ്പോഴേ ഒരേ വെലോസിറ്റിയിൽ. ക്ലിയർ ആയോ? അതായത് ഞാനിടാം സിമ്പിളി പറഞ്ഞാൽ ഒരു 10 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ ഓടിക്കൊണ്ടുവന്ന് ഞാനൊരു കോൺക്രീറ്റ് ഭിത്തിയിൽ ഇടിക്കിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ആക്കവും അതേപോലെ ഇതേ ഞാൻ 10 മീറ്റർ/സെക്കൻഡിൽ ഓടിക്കൊണ്ട് വന്നിട്ട് ഒരു തടിയിൽ ഇടിക്കുമ്പോൾ ഒരു മരത്തിൽ ചെന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതവും ഒക്കെ സെയിം ആണ്. കാരണം അവിടുത്തെ വെലോസിറ്റി സെയിം ആണ്, കൊണ്ടിരിക്കുന്ന ആൾ ഞാനാണ് അല്ലേ? സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ആക്കം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് അവൻ ഇവിടെ നിന്നല്ല ഓടി തുടങ്ങിയത്, എവിടെ നിന്നോ ഒരേ വെലോസിറ്റിയിൽ വരികയാണെങ്കിൽ ഒരേ പ്രവേഗത്തിൽ വരികയാണെങ്കിൽ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ക്ലിയർ ആണേ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്ക് വേണ്ട പോയിന്റിലോട്ട് എത്തിക്കാൻ പോകുന്നത്. ഇത് ഉടായിപ്പ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഇനിയാണ് നമുക്ക് PSCക്ക് വേണ്ട പോയിന്റിലോട്ട് എത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കിയടാ. അപ്പം ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് അനുസരിച്ച് ഇവിടെ ഒരു ഭിത്തിയുണ്ട്. അയ്യോ ആ ഭിത്തി വളഞ്ഞു പോയടാ. സോ ഇവിടെ ഒരു ഭിത്തിയുണ്ട്. ക്ലിയർ? ഈ ഭിത്തിയിൽ നിങ്ങൾ ഓടി വന്നിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നിങ്ങൾ, ഇത് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാണ്? ഓടി വന്ന് ഈ ഭിത്തിയിൽ ഇടിക്കാൻ വേണ്ടി പോവുകയാണ്. സോ നിങ്ങൾ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നിങ്ങളുടെ ആക്കം എന്താണ്? സ്ഥിരമാണ്. നിങ്ങൾ ഇവിടെ വന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാക്കാൻ പോണ ആഘാതവും ഇവിടെ വന്ന് ഇടിക്കാൻ പോകുമ്പോൾ ഉണ്ടാക്കുന്ന ആഘാതവും ഇവിടെയാണെങ്കിൽ ഒക്കെ ഉണ്ടാവുന്ന ആഘാതം എന്താണ്? സെയിം ആണ്. ആ ആഘാതത്തിന്റെ അളവാണ് ആക്കം. അതായത് ആക്കം എന്താണ്? സെയിം ആണ്. ക്ലിയർ? അപ്പൊ ആക്കം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? വന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആക്കം. സോ ഇവിടെയൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആക്കം സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആഘാതം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. സോ ഇവൻ ഇങ്ങനെ ഓടി വരുന്നു, ഒരേ വെലോസിറ്റിയോടുകൂടി ഓടി വരികയാണ്. നിങ്ങളിങ്ങനെ ഓടി വരികയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഞാനിതാ ഇപ്പുറത്ത് മാറി നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഓടിച്ചെന്നിടിക്കാൻ പോകുന്ന ആഘാതം ഇപ്പുറത്തെ സൈഡിൽ മാറി നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്കറിയാം നിങ്ങൾ ഇവിടെ വന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം സ്ഥിരമായിരിക്കും. ഫോർ എക്സാമ്പിൾ ആ ആക്കം ഒരു 20 ആണെന്ന് വിചാരിക്കാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഞാൻ നേരെ പോകുന്ന നിങ്ങളെ ഒന്ന് പിടിച്ച് തള്ളിയെന്ന് വിചാരിക്കുക. നിങ്ങളെ ഞാൻ പിടിച്ച് എന്ത് ചെയ്തു? തള്ളി. ഒന്ന് പിടിച്ച് എന്ത് ചെയ്തു? തള്ളി. അങ്ങനെ തള്ളിയാൽ നിങ്ങൾ സിമ്പിളി ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഓടിച്ചെന്ന് ഇടിക്കാൻ വേണ്ടി പോകുന്നു, ആ സമയത്ത് ഞാൻ പിടിച്ച് നിങ്ങൾ തള്ളി. നിങ്ങൾ ഒരേ സ്പീഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇടിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഞാൻ നിങ്ങളെ പിടിച്ച് തള്ളിയത് അല്ലേ? അപ്പോൾ ആഘാതം കൂടുമോ കുറയുമോ? കൂടും അല്ലേ? നിങ്ങൾ ഓടിച്ചെന്ന് പോകുന്നു, ഞാൻ പിടിച്ചിട്ട് തള്ളി അളിയാ കുറച്ചും കൂടെ വേഗത്തിലല്ലേ ചെന്ന് ഇടിക്കാൻ പോകുന്നത്. സോ അവിടുത്തെ ആഘാതം എന്ത് ചെയ്യും? കൂടും. എനിക്ക് ആക്കത്തിൽ എന്തുണ്ടായി? വ്യത്യാസം ഉണ്ടായി. ആഘാതം അഥവാ ആക്കത്തിൽ എന്തുണ്ടായി? വ്യത്യാസം ഉണ്ടായി. എപ്പോ? ഞാൻ പിടിച്ച് തള്ളിയപ്പോ അല്ലേ? ശരി, അടുത്ത് ഈ ഇടിക്കാൻ പോകുന്ന നിങ്ങളെ ഞാൻ പിടിച്ച് അങ്ങോട്ട് പകരം ഞാൻ ഒന്ന് പിടിച്ച് വലിച്ചിട്ട് വിട്ടു. നിങ്ങൾ അങ്ങനെ ഓടിച്ച് ഇടിക്കാൻ പോകുന്നത് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് വലിച്ചിട്ട് വിട്ടു. അപ്പോഴും ഇവിടുത്തെ ആഘാതത്തിന്റെ അളവിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും അല്ലേ? ആഘാതത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. എനിവേ ഞാൻ നിങ്ങളെ പിടിച്ച് തള്ളുമ്പോൾ ഇവിടുത്തെ ആഘാതത്തിന്റെ അളവിൽ എന്തുണ്ടായി? വ്യത്യാസം ഉണ്ടായി. ക്ലിയർ അല്ലേ? എപ്പോഴാണ് വ്യത്യാസം ഉണ്ടായത്? ഞാൻ പിടിച്ച് തള്ളിയപ്പോൾ. ഞാൻ ഈ പിടിച്ച് തള്ളിയ തള്ള് ഒരു ബലമല്ലേ? ആ ബലം ഞാൻ നിങ്ങളുടെ അകത്ത് കയറി ഇരുന്നാണോ തന്നത്? അല്ല, പുറത്ത് നിന്നല്ലേ. സോ അത് എന്ത് ബലമാണ്? ബാഹ്യബലമാണ്. ക്ലിയർ ആയോ? എന്ത് ബലമാണ്? ബാഹ്യബലമാണ്. ഞാനും നിങ്ങളും സയാമീസ് ഇരട്ടകളാണോ? അല്ല, രണ്ടുപേർക്കും രണ്ട് ശക്തിയല്ലേ. സോ അതുകൊണ്ട് അസന്തുലിതവുമാണ്. സോ ആ കൊടുത്ത ബലം എന്ത് ബലമാണ്? അസന്തുലിത ബാഹ്യബലമാണ്. ക്ലിയർ ആയോ? അസന്തുലിത ബാഹ്യബലം. എന്താണ് അസന്തുലിത ബാഹ്യബലം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അസന്തുലിത ബാഹ്യബലം. ഞാൻ നിങ്ങളെ പിടിച്ച് തള്ളിയില്ലേ? ആ തള്ളല് ഞാൻ പുറത്തു നിന്നിട്ടാ തള്ളിയത്, അതുകൊണ്ട് ബാഹ്യബലമാണ്. സന്തുലിതമല്ല. രണ്ടും ഒരേപോലെയാണോ? അല്ല. ഞാനും നിങ്ങൾക്കും ഒരേ ബലമാണോ? അല്ല, രണ്ടുപേർക്ക് രണ്ട് ബലമല്ലേ. സോ അപ്പോൾ ആ പുറത്തു നിന്നുള്ള തള്ളിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? അസന്തുലിത ബാഹ്യബലം. സോ ഞാൻ തള്ളിയില്ലെങ്കിൽ, ഞാൻ നിങ്ങളെ പിടിച്ച് തള്ളിയില്ലെങ്കിൽ നിങ്ങളുടെ ആക്കത്തിൽ എന്തുണ്ടാവൂല? വ്യത്യാസം ഉണ്ടാവൂല അല്ലേ? ഞാൻ തള്ളിയപ്പോഴാണ് ആഘാതത്തിൽ എന്തുണ്ടായത്? വ്യത്യാസം ഉണ്ടായത്. സോ ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തുവിന്റെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. മനസ്സിലായോ? ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. പക്ക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഞാനൊരു ബാഹ്യബലം പ്രയോഗിച്ചില്ലെങ്കിൽ ആക്ക വ്യത്യാസമില്ല, ആക്ക സ്ഥിരമായിരിക്കും. ഞാനൊരു ബാഹ്യബലം പ്രയോഗിച്ചാൽ ആക്കത്തിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാവും. ക്ലിയർ ആണ്? അപ്പോൾ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തുവിന്റെ ആക്കം സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം.
ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പൊ എന്താണ് ആക്ക സംരക്ഷണ നിയമം? ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെയാക്കം സ്ഥിരമായിരിക്കും. ക്ലിയർ ആയോ? ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ആ ആക്കത്തിന്റെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ, വ്യൂഹം എന്ന് വെച്ചാൽ ആ ഒരു വസ്തു നിങ്ങൾ മനസ്സിലാക്കുക, ആ വസ്തുവിന്റെ ആകെയാക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ക്ലിയർ? ബാഹ്യബലം പ്രയോഗിച്ചാൽ ആക്കത്തിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. പക്ക. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണെടാ ദാ ഈ കിടക്കുന്ന സാധനം. അതായത് ഇവിടെ നിന്നൊരു ബോൾ വന്നിടിക്കുമ്പം ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഒരു ബോൾ പോകും. ക്ലിയർ? ആ ബോൾ തിരിച്ചു വന്നിടിക്കുമ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഒരു ബോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? സംഭവം ഇവൻ വന്നിടിക്കുമ്പോൾ ഇവിടെ ഒരു ആക്കം ഉണ്ടായില്ലേ? ആ ആഘാതം ഇവനിൽ കൊടുത്ത് ഇവനിൽ കൊടുത്ത് ഇവൻ നേരെ എന്ത് ചെയ്യും? പോകും. അതേ ആഘാതത്തിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? തിരിച്ചടിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ബാഹ്യബലം കൊടുക്കുന്നത് വരെ അവിടുത്തെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ആ വന്നിരിക്കുന്ന ഇടിയാണ് അവിടുത്തെ ആഘാതം. അതിങ്ങനെ സ്ഥിരമായിരിക്കും. ഞാൻ എപ്പം കൊണ്ടൊരു ബാഹ്യബലം കൊടുക്കുമ്പോൾ അപ്പം അതിലെന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. പക്ക. സോ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തുവിന്റെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമുക്ക് രണ്ടാം ചലന നിയമത്തിലോട്ട് പോവാം. ഓക്കെ. സോ രണ്ടാം ചലന നിയമത്തിലോട്ട് പോകുമ്പോൾ പുനട എളുപ്പമാണേ. നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ഇവിടെ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം, ഞാനൊരു ബാഹ്യബലം പ്രയോഗിച്ചപ്പോൾ ഇവിടെ എന്തുണ്ടായി? ആക്കത്തില് വ്യത്യാസം ഉണ്ടായി. സോ ഈ ആക്കത്തിലുണ്ടായ വ്യത്യാസം ഈ ബാഹ്യബലമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ കൊടുക്കുന്ന തള്ളു കൂടിയാൽ, ഞാൻ കൊടുക്കുന്ന ബാഹ്യബലം കൂടിയാൽ നിങ്ങളുടെ ആക്ക വ്യത്യാസവും എന്ത് ചെയ്യും? കൂടും. ഞാൻ കൊടുക്കുന്ന ബാഹ്യബലം കുറവാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസവും എന്തായിരിക്കും? കുറവായിരിക്കും. ഞാൻ കുറച്ച് പവറിട്ട് തള്ളിയാൽ നിങ്ങൾ കുറച്ചും കൂടെ നല്ല സ്പീഡിൽ ചെന്നിട്ട് നന്നായിട്ട് ആഘാതം ഉണ്ടാക്കും. ഞാൻ വളരെ പതുക്കെയാണ് നിങ്ങളെ തള്ളുന്നതെങ്കിൽ നിങ്ങളായി ഉണ്ടാക്കുന്ന ഇടിയുടെ അളവ് വളരെ എന്തായിരിക്കും? ചെറുതായിരിക്കും. സോ ബാഹ്യബലം കുറഞ്ഞാൽ ആഘാതവും കുറയും, ബാഹ്യബലം കൂടിയാൽ ആഘാതവും കൂടും. സോ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, ഒന്ന് കുറഞ്ഞാൽ മറ്റേതും കുറയും. അതല്ലേ നേരനുപാതം? സോ ഈ അസന്തുലിത ബാഹ്യബലവും ആക്ക വ്യത്യാസവും എന്തിനെയാണ്? നേരനുപാതത്തിലാണ്. ക്ലിയർ? ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടുകയും ഒന്ന് കുറയുമ്പോൾ മറ്റേത് കുറയുകയും ചെയ്യുന്നതിനെയാണ് നേരനുപാതം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ രണ്ടാം ചലന നിയമം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് ഏതനുപാതത്തിലാണ്? നേരനുപാതത്തിലാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം, അതിലുണ്ടാകാൻ പോണ ആക്ക വ്യത്യാസം ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് ഏതനുപാതത്തിലാണ്? നേരനുപാതത്തിൽ. ബാഹ്യബലം കൂടിയ ആക്ക വ്യത്യാസം കൂടും, ബാഹ്യബലം കുറഞ്ഞ ആക്ക വ്യത്യാസവും കുറയും. ക്ലിയർ ആണോ നിങ്ങൾക്ക്? സിമ്പിൾ അല്ലേ പരിപാടി? ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്. അവിടെ നമ്മൾ ആക്ക വ്യത്യാസം എന്നല്ലടാ പറയുന്നത്, ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് എന്നാണ് പറയുന്നത്. നിരക്ക്. എന്താണ് നിരക്ക്? ഒരു സമയം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നിരക്കെന്ന് വിളിക്കുന്നത്. ഒരു സമയം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസം, അതിനെയാണ് നിരക്ക് എന്ന് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. സോ അവിടെ എന്താണ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഓഹരി നിരക്ക് എന്ന് കേട്ടില്ലേ? ഓഹരി നിരക്ക് ഇടിഞ്ഞു, ഓഹരി നിരക്ക് കൂടി. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് രാവിലെ 9:15 തുടങ്ങി 3:30 അവസാനിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏടാ. സോ അപ്പം ആ സമയം, ഒരു സമയം 9 to 3:30 വരെ വയ്ക്കാം. ആ ഒരു സമയത്തിൻ്റെ ഇടയിലാണ് ഓഹരി കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. സോ ഒരു സമയത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കും? നിരക്ക് എന്ന് വിളിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ നിങ്ങളിൽ ഇവിടെ ഒരു ബാഹ്യബലം തന്ന് ഇവിടെ ആ ബലം കിട്ടിയത് മുതൽ ഇവിടെ ഇടിക്കുന്ന സമയത്തിൻ്റെ ഇടയിലല്ലേ നിങ്ങളുടെ ആക്കം മാറിയത്? ക്ലിയർ? ഈ ഒരു സമയത്തിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ എന്ത് മാറിയത്? ആക്കം മാറിയത്. അതുകൊണ്ട് ആ ആക്കത്തിലുണ്ടായ വ്യത്യാസത്തെ നമ്മൾ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയും. ക്ലിയർ? സമയം കൊണ്ടുണ്ടായ വ്യത്യാസമായോണ്ട് ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്നായിരിക്കും എന്ത് ചെയ്യുക? പറയുക. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാവുന്ന പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. രണ്ടാം ചലന നിയമം ശ്രീരാം സാർ എന്ത് പറഞ്ഞു തന്നു? അവിടെ ചെന്നൊരു ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആഘാതം, നമ്മൾ പിടിച്ച് തള്ളുന്ന തള്ള്, ആ തള്ളു കൂടിയാൽ ഇടിക്കുന്ന ഇടിയുടെ അളവും എന്ത് ചെയ്യും? കൂടും. ആ കൊടുക്കുന്ന പുഷ്, തള്ളു കുറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇടിയുടെ അളവും എന്ത് ചെയ്യും? കുറയും. അല്ലേ? ഇത്രയേ ഉള്ളൂ. സോ അതായത് കൊടുക്കുന്ന ബാഹ്യബലവും അസന്തുലിത ബാഹ്യബലവും ആക്ക വ്യത്യാസവും നേരനുപാതത്തിലാണ്. പക്ഷെ ആക്ക വ്യത്യാസം എന്നല്ല പറയുന്നത്, അവിടെ സമയം കൊണ്ടുണ്ടായ വ്യത്യാസമായതുകൊണ്ട് ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്. അത്രയേ ഉള്ളൂ. എൻ്റെ കൂടെ പറയണേടാ, ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ക്ലിയർ ആയോ? സോ ഇങ്ങനെ പറയാം, ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്. നിങ്ങൾ തന്നെ ഒരു വസ്തുവിലുണ്ടാകുന്ന ആക്ക വ്യത്യാസം എന്ന് പറയുന്നതിന് പകരം ഒരു വസ്തുവിലുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലാണ്.
ക്ലിയർ ആയോ? അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലാണ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് പക്കാ ക്ലിയർ ആയി മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ചലന നിയമം അവിടെ കഴിയുന്നു. സോ നോക്ക്, ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിൽ ആയിരിക്കും. ക്ലിയർ? ഇനി ഇതിനോടൊപ്പം ഒരെണ്ണം കൂടി നിങ്ങൾ എക്സ്ട്രാ പഠിക്കുകടാ. സിലബസിലില്ല, പക്ഷെ ടെക്സ്റ്റ് ബുക്കില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഞാൻ ഈ ആളെ ഇങ്ങോട്ടാണ് പിടിച്ച് തള്ളുന്നതെങ്കിൽ, ഇയാൾ ഇങ്ങോട്ടല്ലേ പോകാൻ പോണത്. ഞാൻ ഇങ്ങോട്ടാണ് പിടിച്ചെഴുന്നതെങ്കിൽ ഇയാൾ ഇങ്ങോട്ടല്ലേ പോകാൻ പോകുന്നത്. സോ പ്രയോഗിക്കുന്ന ബാഹ്യബലത്തിന്റെ അതേ ദിശയിലായിരിക്കും എന്തുണ്ടാവുക? ആക്ക വ്യത്യാസം ഉണ്ടാവുക. മനസ്സിലായോ? പ്രയോഗിക്കുന്ന ബലത്തിന്റെ അതേ ദിശയിലായിരിക്കും. സോ ഇവിടെ നമ്മൾ പറയുമ്പോഴേ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും എന്ന് പറയണേ. അതേ ദിശയിലും ആയിരിക്കും. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ? അപ്പോൾ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിൽ അതേ ദിശയിലും ആയിരിക്കും. പക്ക. ശരി, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പടമൊക്കെ വരച്ച് പറഞ്ഞു തന്നത്? ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. അപ്പൊ രണ്ടാമതായി നിങ്ങൾ ആലോചിച്ച് നോക്കണം. രണ്ടാം ചലന നിയമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരേണ്ടത്? ആക്ക വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസത്തിന്റെ നിരക്ക് പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലാണ്. ഇതല്ലേ നമ്മുടെ മനസ്സിൽ വരേണ്ടത്? അപ്പം ഒരു ഇടിയിലുണ്ടാകുന്ന വ്യത്യാസമല്ലേ ഇവിടെ പറഞ്ഞത്? അല്ലേ? ഞാനൊരു ബലം കൊടുക്കുന്നു, ഇവിടെ ഇടിയിൽ എന്താവുന്നു? വ്യത്യാസം ഉണ്ടാകുന്നു. ഞാൻ ബലം കൂട്ടിയാൽ ഇടിയിലെ വ്യത്യാസം കൂടും, ബലം കുറച്ചാൽ ഇടിയിലെ വ്യത്യാസം കുറയും. ക്ലിയർ? അപ്പോൾ ബലം കൂട്ടിയോ കുറച്ചോ ഇവിടെ ആഘാതത്തിൽ എന്തുണ്ടാക്കുന്നു? വ്യത്യാസം ഉണ്ടാക്കുന്നു. ഇതല്ലേ കോൺസെപ്റ്റ്? അപ്പൊ ഇത്രയേ ഉള്ളൂടാ. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ആഘാതം കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ചെയ്യുന്നതെല്ലാം രണ്ടാം ചലന നിയമമായിരിക്കും. ക്ലിയർ? ഒരു ആഘാതം കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ചെയ്യുന്നതെല്ലാം എന്ത് ചലന നിയമമാണ്? രണ്ടാം ചലന നിയമമാണ്. ക്ലിയർ? പക്ക കിട്ടിയോ? അപ്പോൾ ഒരു ആഘാതം കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ചെയ്യുന്നതെല്ലാം ഏത് ചലന നിയമമാണ്? രണ്ടാം ചലന നിയമമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ക്രിക്കറ്റ് കളിക്കാര് അവർ പന്ത് പിടിക്കുമ്പോൾ കൈ പുറകിലോട്ട് വലിക്കൂലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ക്യാച്ച് എടുക്കുമ്പോൾ കൈ എന്ത് ചെയ്യും? പുറകിലോട്ട് വലിക്കും. എന്തിന്? അവിടെ ആ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയല്ലേ? അതായത് കയ്യിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയല്ലേ കൈ പുറകിലോട്ട് വലിക്കുന്നത്? സോ ആഘാതം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം ഏത് ചലന നിയമമാണ്? രണ്ടാം ചലന നിയമം. അടുത്ത് പോൾ വാൾട്ട് ചാടുമ്പോൾ മെത്തയിടും. എടാ എന്ന് വെച്ചാൽ എന്താണ് ഈ പോൾ വാൾട്ട് എന്ന് വെച്ചാൽ? ഓടിക്കൊണ്ട് വന്ന് കമ്പ് കുത്തി അപ്പുറത്ത് ചാടുന്ന പരിപാടി. മറ്റേ നിങ്ങൾ വലിയൊരു കമ്പ് കുത്തി അപ്പുറത്ത് ചാടും. അപ്പൊ ചാടുമ്പോൾ മെത്തയിടും, ഫോം ബെഡ് ഇടും. കാരണം മെത്തയിലിടുന്നത് എന്തിനാണ്? ആഘാതം കുറയ്ക്കാനല്ലേ? അപ്പൊ ആഘാതം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം എന്ത് ചലന നിയമമാണ്? രണ്ടാം ചലന നിയമം അല്ലേ? അടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കടാ. മുകളിൽ നിന്ന് ഒരുത്തൻ ചാടി ചാവും എന്ന് പറയുമ്പോൾ നമ്മുടെ ഫയർഫോഴ്സിലെ ചേട്ടന്മാര് വലയും വിരിച്ചുകൊണ്ടിരിക്കും. എന്തിനു വല വിരിക്കുന്നു? ആഘാതം കുറയ്ക്കാനല്ലേ? വലയ്ക്കകത്ത് വീണ് ഇങ്ങനെ പൊങ്ങി താന്ന് ആഘാതം എന്ത് ചെയ്യുന്നു? കുറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് വരാം അതിലോട്ട്. അതിനു മുമ്പ് ഇത് മനസ്സിലാക്കുക. അവിടെ എന്താണ്? ആഘാതം കുറയ്ക്കാനല്ലേ? എന്തുകൊണ്ട് അവർ വല വിരിച്ചു? എന്തുകൊണ്ട് ഒരു സ്റ്റീലിന്റെ ഒരു വലിയ റോഡ് എടുത്ത് വെച്ചില്ല? സ്പോട്ടിൽ തീരും അല്ലേടാ. സോ അവിടെ ഇത്രയുള്ള പരിപാടി. ആഘാതം കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആഘാതം കുറയ്ക്കാനോ കൂട്ടാനോ വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും? രണ്ടാം ചലന നിയമം ആയിരിക്കും. ക്ലിയർ? ഇവിടെ എന്ത് സംഭവിച്ചു? അത് നമുക്ക് കോമൺ ലോജിക് നോക്കാമേ. ക്രിക്കറ്റ് കളിക്കാര് പന്ത് വന്നപ്പോൾ പന്ത് പിടിച്ചില്ലേ? ക്യാച്ച് എടുത്തില്ലേ? സോ അപ്പോൾ അവര് ഈ കയ്യിൽ വന്നിരിക്കും. നമുക്ക് വേണമെങ്കിൽ ബോൾ വരുമ്പോൾ ഇങ്ങനെ പിടിക്കാം. അവരിങ്ങനെ പിടിക്കുന്നതിന് പകരം അവർ കൈ എന്ത് ചെയ്തു? പുറകിലോട്ട് വലിച്ചു. അവരെന്ത് ചെയ്തു? ഈ പന്തും അവരുടെ കൈയും തമ്മിലുള്ള കോണ്ടാക്ട് ആവുന്ന സമയം എന്ത് ചെയ്തു? കൂട്ടി. ഇത് ഇക്വേഷൻ വെച്ച് ഞാനിപ്പം പറഞ്ഞു തരും. അതിനു മുമ്പ് കാര്യം മനസ്സിലാക്കുക. സോ ഈ വരുന്ന പന്ത് കയ്യിൽ വന്ന് തട്ടുമ്പോൾ നല്ല വേദന എടുക്കും. പകരം ആ പന്തും കൈയും തമ്മിൽ കോണ്ടാക്ട് ഉള്ള സമയം കൂട്ടിയപ്പോൾ അവിടുത്തെ ആഘാതം എന്ത് ചെയ്തു? കുറഞ്ഞു. ക്ലിയർ ആയോ? ആ കയ്യിലൊന്ന് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ വേദന ഇല്ലേടാ, അത് സമയം കൂട്ടിയപ്പോൾ ആ വേദന എന്ത് ചെയ്തു? കുറഞ്ഞു. ക്ലിയർ? ആ പന്തുണ്ടാക്കുന്ന ആഘാതം അത് സമയം കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? കുറഞ്ഞു. ക്ലിയർ ആണേ? നിങ്ങൾക്ക് പക്കയാണ്? എടാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതേപോലെയല്ലേ എന്താണ് നമ്മൾ പോൾ വാൾട്ട് മെത്ത ഇടുന്നത്? ആ മെത്തയും നമ്മളും തമ്മിൽ കോണ്ടാക്റ്റിലുള്ള സമയം കൂടുമ്പോൾ കുറച്ചും കൂടെ താന്നിട്ടല്ലേ പൊങ്ങുന്നത്. സോ കോണ്ടാക്റ്റിലുള്ള സമയം കൂടുമ്പോൾ ആഘാതം എന്ത് ചെയ്യും? കുറയും. ഇനി നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കുക. അപ്പോൾ സമയം ബോളും കൈയും തമ്മിലുള്ള സമയം കൂടിയപ്പോൾ ആഘാതം എന്ത് ചെയ്തു? കുറഞ്ഞു. എന്നാ സമയം കുറഞ്ഞാൽ ആഘാതം എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? ഞാൻ ഇങ്ങനെ പിടിച്ച ആഘാതം എന്താണ്? കൂടുതലാണ്. സോ ഇവിടെ എന്ത് ചെയ്തു? സമയം കൂട്ടി ആഘാതം കുറച്ചു. തിരിച്ചാലോചിച്ചാൽ സമയം കുറച്ചാൽ ആഘാതം കൂട്ടിക്കൂടെ? എടാ സമയം കൂട്ടി ആഘാതം കുറച്ചു എന്ന് പറഞ്ഞാൽ സമയം കുറച്ച് എന്ത് കൂട്ടാം? ആഘാതം
കൂട്ടാം. അതാണ് അഭ്യാസി ചെയ്യുന്നത്. അഭ്യാസി എന്ത് ചെയ്യും? കൈ കൊണ്ട് ഇഷ്ടിക പൊട്ടിക്കും. കണ്ടിട്ടുണ്ടോ? അഭ്യാസികൾ കൈ കൊണ്ട് ഇഷ്ടിക പൊട്ടിക്കൂലടാ. കൈ വെച്ച് ഇഷ്ടിക അടിച്ച് മറ്റേ ഓടക്കടിച്ച് പൊട്ടിക്കൂലേ? അതാണ് പരിപാടി. സോ കോണ്ടാക്ട് ആവുന്ന സമയം കുറച്ച് അവിടെ ആഘാതം എന്ത് ചെയ്യും? കൂട്ടും. ബ്രൂസിലിയുടെ ഇടി കണ്ടിട്ടില്ലേ? ബ്രൂസിൽ ആകപ്പാടെ എത്രയല്ലേ ഉള്ളൂ, പക്ഷെ ഇടി എന്ന് വെച്ചിട്ട് ഒന്നൊന്നര ഇടിയല്ലേ. കാരണം എന്താണ്? പുള്ളിക്കാരി ഇങ്ങനെ കൈയൊക്കെ കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇടിക്ക് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അത് സ്പീഡിലാണ്. കാരണം കോണ്ടാക്ട് ആവുന്ന സമയം കുറയ്ക്കുമ്പോൾ ആഘാതം എന്ത് ചെയ്യും? കൂടും. അപ്പം ആഘാതം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ചെയ്യുന്നതെല്ലാം എന്താണ്? രണ്ടാം ചലന നിയമത്തിൽ വരുന്നത്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പൊ അതേപോലെ നമ്മുടെ വീട്ടിലാണ് ഈ ക്ലോസറ്റ്, അതേപോലെ വാഷ് ബേസിനൊക്കെ കൊണ്ടുവരുമ്പോൾ വൈക്കോല് വെച്ചുകൊണ്ട് വരുമല്ലേ? അതും എന്താണ്? ആ ഇടിയുടെ അളവിൽ എന്തുണ്ടാക്കാനാണ്? വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? സോ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഒരു ഇടി കൂട്ടാനോ ആഘാതം കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ചെയ്യുന്നതെല്ലാം ഏത് ചലന നിയമമാണ്? രണ്ടാം ചലന നിയമമാണ്. ഓക്കെ അല്ലേ? പക്കയല്ലേ നിങ്ങൾക്ക്? ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ഒരുത്തനാണ് ആവേഗം. ഒരുത്തനാണ് ആര്? ആവേഗം. സോ ഞാൻ നേരെ ആവേഗത്തിലോട്ട് എന്ത് ചെയ്യുകയാണ്? പോകുക. സോടാ നമുക്ക് ഇനിയുള്ളതാണ് ആവേഗം. അപ്പോൾ ആവേഗം എന്ന് പറയുന്ന സംഭവം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ക്ലിയർ? ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. അതെന്താ സാറേ സ്കിപ്പ് ചെയ്യുന്നത്? അത് ഇതിൽ പഠിക്കാനുള്ളതല്ലേ? ആണ്. രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് ആവേഗം പഠിക്കാൻ വേണ്ടിയുള്ളത്. എന്നാൽ ഞാൻ എന്തുകൊണ്ട് ആവേഗം സ്കിപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ആവേഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവേഗ മൊമെന്റ തത്വം എന്നൊരു സാധനം പഠിക്കാൻ വേണ്ടിയുണ്ട്. അഥവാ ആവേഗ ആക്ക തത്വം എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കാൻ വേണ്ടിയുണ്ട്. ഇംഗ്ലീഷിൽ അതിനെ ഇമ്പൾസ് മൊമെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഈ സാധനം പഠിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്കുകൾ ചെയ്യാൻ വേണ്ടിയുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ലാസ്റ്റ് ആയിരിക്കും ഞാൻ എടുക്കുക. കാരണം ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് എനർജി പ്രിൻസിപ്പിളിലും വരുന്നത്. ക്ലിയർ? നമുക്ക് എനർജി തിയറം പഠിക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ അതിലും ഇതേ കോൺസെപ്റ്റ്, ഇവിടെ ഞാൻ എന്താണോ പറയാൻ പോകുന്നത് അതേ കോൺസെപ്റ്റാണ് നമുക്ക് അവിടെയും പഠിക്കാൻ വേണ്ടിയുള്ളത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ആവേഗം എന്നുള്ള ഒരാളെ സ്കിപ്പ് ചെയ്യുകയാണ്. സോ ആവേഗത്തെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് ഏതിൻ്റെ അകത്താണ്? രണ്ടാം ചലന നിയമത്തിന്റെ അകത്താണ്. നിങ്ങൾ ഓർത്തു വെച്ചോ. പക്ഷേ അത് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യുന്നു. അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുക. അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് സെപ്പറേറ്റ് ആക്കി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ? ഇവിടെ ഞാൻ പറഞ്ഞിട്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. ആവേഗം ഞാൻ സ്കിപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. കാരണം നമുക്കത് അവിടെ എന്ത് ചെയ്യാം? പഠിക്കാം. എങ്കിലേ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കിട്ടുള്ളൂ. സ്കൂൾ ടെസ്റ്റിന്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചാൽ പോരാ, PSC പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം. സോ അവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും അത് ഇവിടെ പഠിക്കുന്ന അല്ല കറക്റ്റ്. നമുക്ക് സ്കിപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? സോ അപ്പോൾ രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഫിനിഷ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ ആക്കത്തെ പറ്റിയാണ് പഠിച്ചത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്കം എന്ന് വിളിക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ സവിശേഷ ഗുണമാണ് ആക്കം. നിശ്ചലാവസ്ഥയിലെ വസ്തുവിന്റെ ആക്കം എന്താണ്? 0 ആണ്. ആക്ക സംരക്ഷണ നിയമം, ഒരു വസ്തുവിൽ ഒരു ബാഹ്യബലം കൊടുക്കുന്നത് വരെ അതിന്റെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഇനി ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്താണ്? ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് ഏതനുപാതത്തിൽ? പറഞ്ഞേ, നേരനുപാതത്തിൽ. ഏത് ദിശയിൽ? ഒരേ ദിശ, അതേ ദിശ. ക്ലിയർ ആയോ? അപ്പൊ അസന്തുലിത ബാഹ്യബലവും ആ ആക്ക വ്യത്യാസത്തിന്റെ നിരക്കും നേരനുപാതത്തിലും ഒരേ ദിശയിലും ആയിരിക്കും. അതവിടെ കഴിഞ്ഞു. ഇനി എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ബലം കൂട്ടാനോ, അതായത് ഒരു ആഘാതം കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ചെയ്യുന്നതെല്ലാം രണ്ടാം ചലന നിയമമായിരിക്കും. ക്രിക്കറ്റ് കളിക്കാർ പന്ത് പിടിക്കുമ്പോൾ കൈ പുറകിലോട്ട് വലിക്കുന്നതും, പോൾ വാൾട്ട് ചാടുമ്പോൾ മെത്തയിടുന്നതും, അതേപോലെ അഭ്യാസി കൈകൊണ്ട് ഇഷ്ടിക പൊട്ടിക്കുന്നതും എല്ലാം എന്താണ്? രണ്ടാം ചലന നിയമമാണ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാം ചലന നിയമത്തിന്റെ അകത്താണ് ആവേഗം പഠിക്കേണ്ടത്, ആക്ക മൊമെന്റ തത്വം പഠിക്കേണ്ടത്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കിപ്പ് ചെയ്യുന്നു. സ്കിപ്പ് ചെയ്യുന്നു. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ക്ലിയർ ആണ്? ഇത്രയും കാര്യം ഒരു രീതിയുണ്ട്, ആ രീതിക്ക് തന്നെ പഠിച്ചു പോവുക. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് F=ma അല്ലേ? F=ma. ബലത്തിന്റെ ഇക്വേഷൻ അല്ലേ ഇത്? F=ma. ഇതെങ്ങനെ വന്നു എന്നുള്ള ഏരിയയാണ് നമ്മൾ സ്കിപ്പ് ചെയ്തത്. ക്ലിയർ? ഇത് എങ്ങനെ വന്നു എന്നുള്ള ഏരിയയാണ് സ്കിപ്പ് ചെയ്തത്. ആ ഏരിയ ലാസ്റ്റ് എടുക്കുമ്പോൾ ഇത് വന്ന രീതി നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാകും. ഓക്കെ, ഇപ്പൊ കാണാതെ പഠിക്കുക. ബലത്തിന് ഒരു ഇക്വേഷൻ കൊടുത്തത് ഏത് ചലന നിയമമാണ്? രണ്ടാം ചലന നിയമമാണ്. ക്ലിയർ? ബലത്തിന് ഒരു ഇക്വേഷൻ കിട്ടിയത് ഏത് ചലന നിയമത്തിൽ നിന്നാണ്? രണ്ടാം ചലന നിയമത്തിൽ നിന്നാണ്. അപ്പം PSC ചോദിക്കും, ബലത്തിനൊരു നിർവചനം കൊടുത്തത് ഏത് ചലന നിയമം? പറ. ബലത്തിനൊരു നിർവചനം കൊടുത്തത് ബലം ഞാൻ ഹെഡിങ് എഴുതുന്നു. ബലത്തിനൊരു നിർവചനം കൊടുത്തത് ഏത് ചലന നിയമം? അത് ഒന്നാം ചലന നിയമമാണ്.
അതേതാണ്? അത് ഒന്നാം ചലന നിയമം. പ്ലിങ്ങ എടാ, ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സമവാക്യം. ബലത്തിനൊരു സമവാക്യം കൊടുത്തതാണ് രണ്ടാം ചലന നിയമം. ബലത്തിനൊരു നിർവചനം എന്ന് വെച്ചാൽ എന്താണ് ബലം എന്ന് പറയുന്നതാണ് നിർവചനം, ഡെഫിനിഷൻ. എന്താണ് ബലം എന്ന് പറഞ്ഞത് 1. ഇനി ബലത്തിനൊരു സമവാക്യം കൊടുത്തത് 2. സാറേ, ഇത് ഒന്നാം ചലന നിയമം നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഒരു നിർവചനം എന്ന് വെച്ചാൽ നിങ്ങൾ തപ്പിപ്പോണ്ട. തപ്പിപ്പോയി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/4 മണിക്കൂർ എടുക്കും. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നമുക്ക് എന്തിനാണ്? സോ ഈ പോയിന്റ് കാണാതെ പഠിക്കുകടാ. ബലത്തിനൊരു നിർവചനം കൊടുത്തത് ഒന്നാം ചലന നിയമം, സമവാക്യം കൊടുത്തത് രണ്ടാം ചലന നിയമം. എന്ന് വെച്ചാൽ എന്താണ് ബലം എന്ന് പറഞ്ഞതും ന്യൂട്ടനാണ്, ബലത്തിനൊരു ഇക്വേഷൻ കൊടുത്തതും ന്യൂട്ടനാണ്. അതുകൊണ്ട് തന്നെ ബലത്തിന്റെ യൂണിറ്റ് ആയിട്ടും നമ്മൾ പറയുന്നത് ഏതിനെയാണ്? ന്യൂട്ടനെയാണ്. ക്ലിയർ? അതുകൊണ്ട് ബലത്തിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ ന്യൂട്ടനെ പറയും. അദ്ദേഹം ഇത്രയും കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൻ. കഴിഞ്ഞു. ഇനി അടുത്ത്, എടാ, ബലത്തെ പറ്റി ന്യൂട്ടൻ പറഞ്ഞത് ചലന നിയമങ്ങൾക്കകത്തല്ലേ? ചലന നിയമത്തിന്റെ അകത്തല്ലേ ന്യൂട്ടൻ ബലത്തെ പറ്റി പറഞ്ഞത്? ആണ്. അങ്ങനെയാണെങ്കിൽ ചലന നിയമത്തെ പറ്റി ന്യൂട്ടൻ പറഞ്ഞത് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കകത്തല്ലേ? ക്ലിയർ? അപ്പം ബലത്തെ പറ്റി ന്യൂട്ടൻ പറഞ്ഞത് ഏത് പുസ്തകത്തിൽ? പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കകത്തല്ലേ? കിളി പാറിയിരിക്കുന്ന നിങ്ങളോട്, എടാ നോക്ക്, ഇത് ബലം. ബലത്തെ പറ്റി ന്യൂട്ടൻ പറഞ്ഞത് ചലന നിയമത്തിന്റെ അകത്ത്. അപ്പം ബലം കിടക്കുന്നത് ചലന നിയമത്തിന്റെ അകത്ത്, ചലന നിയമം കിടക്കുന്നത് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കകത്ത്. ക്ലിയർ? അപ്പം ബലവും കിടക്കുന്നത് ഏതിൻ്റെ അകത്ത് തന്നെയാണ്? പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കകത്തല്ലേ? സോ ബലത്തെ പറ്റിയും ന്യൂട്ടൻ പറഞ്ഞത് ഏത് പുസ്തകമാണ്? പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കയാണ്. അതുകൊണ്ട് ബലത്തിന്റെ അടിസ്ഥാന തത്വം എന്നറിയപ്പെടുന്ന പുസ്തകമാണ് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക. ക്ലിയർ ആയോ? അടിസ്ഥാന തത്വം എന്നറിയപ്പെടുന്ന പുസ്തകമാണ് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക. നിങ്ങൾ PM ഒന്നും എഴുതി വെക്കരുത്. നിങ്ങൾ എന്താണ് പ്രൈം മിനിസ്റ്റർ എന്ന് വായിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ ഇവിടെയുണ്ട്. നമുക്ക് നോട്ട് അതിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്കും കിട്ടുകയാടാ. സോ ബലത്തിന് നിർവചനം കൊടുത്തത് ഒന്നാം ചലന നിയമം, സമവാക്യം കൊടുത്തത് രണ്ടാം ചലന നിയമം, ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൻ, ബലത്തിന്റെ അടിസ്ഥാന തത്വം പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക. ക്ലിയർ ആണ് ഇത്രയും കാര്യം? അപ്പൊ രണ്ടാം ചലന നിയമം ഞാൻ ഇവിടെ തീർക്കുകയാണ്. വീണ്ടും പറയുന്നു, ആവേഗം, ആക്ക വ്യത്യാസ പ്രിൻസിപ്പിൾ, ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാൻ പഠിക്കാം. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് മൂന്നാം ചലന നിയമം. നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? മൂന്നാം ചലന നിയമം. ക്ലാസ് ആൾറെഡി കുറച്ച് ടൈം ആയെന്നൊക്കെ എനിക്കറിയാം. ഇത്രയും നേരം സഹിച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രത്തോളം എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും PSC കിട്ടും. സോ മൂന്നാം ചലന നിയമം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും, അല്ലേ? സോ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആദ്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കേസ്. ഇവിടെ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. ഫോർ എക്സാമ്പിൾ, അങ്ങോട്ടൊരു ബലം കൊടുത്താൽ ഇങ്ങോട്ടും ഒരു ബലം കിട്ടും എന്നാണ് ഇതിന്റെ അർത്ഥം. ക്ലിയർ? അങ്ങോട്ടൊരു ബലം കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും. എക്സാമ്പിൾ നമുക്ക് പറയാം, നീന്തുന്നത്. സിംപിളി പറഞ്ഞാൽ പുറകിലോട്ടൊരു ബലം കൊടുത്തിട്ട് മുന്നിലോട്ട് പോകുന്നു, അതാണ് പരിപാടി. ക്ലിയർ? സോ നീന്തുന്നത്, തുഴയുന്നത്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ നടക്കുന്നത്, ഇതെല്ലാം മൂന്നാം ചലന നിയമമാണ്. റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്, നമുക്ക് നീന്തുന്നത് എങ്ങനെയാണ്? പുറകിലോട്ട് ബലം കൊടുത്തിട്ട് മുന്നിലോട്ട് പോകും. തുഴയുന്നത് എങ്ങനെയാണ്? പുറകിലോട്ട് ബലം കൊടുത്തിട്ട് മുന്നിലോട്ട് പോകും. അപ്പൊ ഇതെല്ലാം മൂന്നാം ചലന നിയമമല്ലേ? റോക്കറ്റ് എങ്ങനെയാണ് മുകളിലോട്ട് പോകും? നമ്മൾ ISRൽ വ്യക്തമായിട്ട് പഠിക്കുകടാ. ഇത് വീടല്ല, എൻ്റെ റോക്കറ്റാണ്. റോക്കറ്റ് എങ്ങനെ മുകളിലോട്ട് പോകുന്നു? താഴോട്ട് തീ കത്തി താഴോട്ട് ഫോഴ്സ് കൊടുത്തിട്ട് ഇത് എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. ക്ലിയർ? അപ്പൊ ഇതെല്ലാം മൂന്നാം ചലന നിയമമാണ്. എന്നാൽ ഈ ഇടയ്ക്ക് PSC ചോദിച്ചത് വേറൊന്നാണ്. എടാ ഞാൻ പറയാം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കി നോക്കേടാ. ജലത്തിന്റെ മുകളിലുള്ള തോണി എന്ന് വെച്ചാൽ ജലോപരിതലത്തിലുള്ള തോണി. ജലത്തിന്റെ മുകളിലുള്ള, ജലത്തിന്റെ ഉപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ കരയിലേക്ക് ചാടുമ്പോൾ, കരയിലേക്ക് ചാടുമ്പോൾ തോണി അല്പം പുറകിലേക്ക് പോകുന്നു. ഇത് ഏത് ചലന നിയമം എന്ന് വെച്ച്? 3 അല്ലേ? കാരണം ഇയാള് തോണിയിൽ ചവിട്ടിയിട്ടല്ലേ മുന്നോട്ട് ചാടുന്നത്. സോ എന്ത് പറയാം? ഇവിടെ തോണി പുറകിലോട്ട് പോയത് ഏത് ചലന നിയമമാണ്? മൂന്നാം ചലന നിയമം. കാരണം ഇങ്ങോട്ടൊരു ബലം കൊടുത്തിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? മുന്നിലോട്ട് പോയത്. ക്ലിയർ ആയോ? അപ്പം ജലത്തിന്റെ മുകളിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ കരയിലേക്ക് ചാടുമ്പോൾ തോണി അല്പം പുറകിലേക്ക് പോകുന്ന ഏത് ചലന നിയമമാണ്? മൂന്നാം ചലന നിയമം. അതുപോലെ PSC ചോദിക്കും, ഊതി വീർപ്പിച്ച ബലൂൺ. ഈ ബലൂണിന്റെ കാറ്റടിച്ചു വിട്ടാൽ ബലൂൺ അല്പം മുകളിലേക്ക് പോയിട്ടാണ് താഴേക്ക് എഴുതുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ബലൂൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ബലൂൺ കാണാനില്ല. ഒരു ബലൂൺ ഞാൻ ഊതി വീർപ്പിച്ചിട്ട് ഈ ബലൂണിന്റെ കാറ്റ് വിട്ട ബലൂൺ കുറച്ച് മുകളിലോട്ട് പോയിട്ട് താഴേക്ക് വരും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതിൻ്റെ അകത്തുള്ള എയർ താഴോട്ട് വരൂലേ? അതായത് ബലൂണിൻ്റെ അകത്തുള്ള എയർ അഴിച്ചു വിടുമ്പോൾ താഴോട്ട് വരും. ഈ താഴോട്ട് വരുന്ന എയർ ഇവിടെയുള്ള ആൾറെഡി ഉള്ള എയറിൽ ഒരു ബലം കൊടുക്കും. അപ്പോൾ ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും? തിരിച്ചൊരു ബലം കൊടുക്കും.
ഈ ബലൂണിന്റെ അതിൻ്റെ അകത്തു നിന്ന് വരുന്ന എയർ ഇവിടെയുള്ള എയറിൽ എന്ത് ചെയ്യും? ഒരു ബലം കൊടുക്കും. അപ്പം ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും? അതിന് തിരിച്ചൊരു ബലം കൊടുക്കും. അതുകൊണ്ടാണ് ആദ്യം ബലൂൺ മുകളിലോട്ട് പോയിട്ട് താഴേക്ക് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ബലൂണിന്റെ കാറ്റടിച്ച് വിടുമ്പോൾ അത് കുറച്ചു നേരം മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരുന്നത് ഏത് ചലന നിയമമാണെന്ന് ചോദിച്ചാലും അതും ഏതാണ്? മൂന്നാം ചലന നിയമം. ഇത്രയും കാര്യം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, വളരെ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഒരു എഴുതാനും പറ്റും. പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഫിസിക്സിൻ്റെ ഭാഷയിൽ മൂന്നാം ചലന നിയമം പറയുകയാണേ. നോക്കിക്കോ, എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇത് ഒരു ബോക്സ്, ഇത് മറ്റൊരു ബോക്സ്. ക്ലിയർ? ഇത് എ എന്ന് പറയുന്നവൻ, ഇത് ബി എന്ന് പറയുന്നവൻ. ക്ലിയർ? മൂന്നാം ചലന നിയമം അനുസരിച്ച് എ ബിയിലോട്ടൊരു ബലം കൊടുത്താൽ, അങ്ങോട്ട് എഫ് എന്നൊരു ബലം കൊടുത്താൽ ബി തിരിച്ച് എയിലേക്കും അതേ ബലം കൊടുക്കും എന്നല്ലേ അർത്ഥം? എ ബിയിലോട്ടൊരു ബലം കൊടുത്താൽ ബി അതേ ബലം എയിലോട്ടും കൊടുക്കും. പക്ഷെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് ഡയറക്ഷൻ മാറും. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? മൈനസ് എഫ്. ക്ലിയർ? എ ബിയിലോട്ട് എഫ് കൊടുത്താൽ ബിയും അതേ ഇത് തന്നെ കൊടുക്കും, മൈനസ് എഫ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ എ അങ്ങോട്ട് 10 കൊടുത്താൽ ബിയും ഇങ്ങോട്ട് 10 കൊടുക്കും. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ എന്തെന്ന് എടുക്കും? -10 എന്ന് എടുക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത് ഓക്കെ അല്ലേ? ശരിയടാ. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചോടാ, ഞാനിവിടെ ഒരു ഭിത്തിയുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന സൈഡിൽ ഒരു ഭിത്തിയുണ്ട്. എടാ ചുമര്. ഈ ഭിത്തിയിൽ ഞാൻ തള്ളുന്ന സമയത്ത് നോർമലി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ ഭിത്തിയിലൊരു ബലം കൊടുത്താൽ ഭിത്തി തിരിച്ച് എനിക്കും എന്ത് ചെയ്യണം? ഒരു ബലം തരണം. അതല്ലേ കോൺസെപ്റ്റ്? സോ എൻ്റെ പൊന്നടാ, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ നിന്നിട്ട് ഈ ഭിത്തിയിൽ, ഇവിടെയുള്ള ഭിത്തിയിൽ ഒരു ബലം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ബലം എന്ത് ചെയ്തു? കൊടുത്തു. അപ്പോൾ അതേ ബലം ഭിത്തിയും എനിക്ക് എന്ത് ചെയ്യണം? തരണം. അതല്ലേ കോൺസെപ്റ്റ് ന്യൂട്ടൺ പറഞ്ഞ അനുസരിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ബലം എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഞാൻ പുറകിലോട്ട് പോകണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഭിത്തി തള്ളി, ഭിത്തി തിരിച്ചു തള്ളിയാൽ ഞാൻ എന്ത് ചെയ്യണം? പുറകിലോട്ട് പോകണം. പക്ഷെ ഞാൻ പുറകിലോട്ട് പോകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു ഭിത്തിയിൽ ഇങ്ങനെ കൈ വെച്ച് നിന്നാൽ നമ്മൾ പുറകിലോട്ട് പോകുമോ? ഇല്ല. അവിടെ എന്ത് സംഭവിക്കും? അവിടെ നമ്മൾ അതേ ഫോഴ്സ് തറയിലേക്കും കൊടുക്കുന്നുണ്ട്, അല്ലേ? തറ തരുന്ന ആ പ്രതിഫലം കാരണമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ഇമ്പോർട്ടൻറ്റ് ലോജിക്കാണ്, ശ്രദ്ധിച്ചേക്കണേ. ലാസ്റ്റ് നമുക്ക് പോയിന്റിലോട്ട് വരാം. ഞാൻ ഇപ്പോൾ ഒരു വണ്ടി തള്ളുകയാണെന്ന് വിചാരിച്ചോ. ഒരു വണ്ടി ഇവിടെ ഒരു വണ്ടിയുണ്ട്. സോ ഇവിടെ ഒരു വണ്ടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. ഇവിടെ എന്തുണ്ട്? ഒരു വണ്ടിയുണ്ട്. സോ ഈ വണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ വണ്ടി ഞാൻ തള്ളുകയാണെന്ന് വിചാരിക്കുക. സോ വണ്ടിയിൽ ഞാനൊരു ബലം കൊടുക്കുമ്പോൾ വണ്ടി എനിക്ക് തിരിച്ചും എന്ത് ചെയ്യും? ഒരു ബലം തരും. ക്ലിയർ? അതിനേക്കാൾ ബലം കൊടുത്തല്ലേ ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നത്? തള്ളി കൊണ്ടുപോകുന്നത്. സോ അപ്പോൾ ഞാൻ ഇതേപോലെ തറയിലോട്ടും എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ബലം കൊടുക്കുന്നുണ്ട്. തറ തിരിച്ച് എനിക്കൊരു പ്രതിബലം തരുന്നത് കൊണ്ടാണ് എനിക്ക് വണ്ടി തള്ളിക്കൊണ്ടുപോകാൻ പറ്റുന്നത്. ക്ലിയർ? സോ ശ്രദ്ധിച്ചേക്കണേ, വണ്ടിയിൽ ഞാനൊരു ബലം കൊടുക്കുന്നു, വണ്ടി നീങ്ങൂല, അപ്പോൾ വണ്ടി തിരിച്ചൊരു ബലം തരും. അതേപോലെ ഞാൻ തറയിലൊരു ബലം കൊടുക്കുന്നുണ്ട്. ഞാൻ തറയിൽ കൊടുക്കുന്ന ആ ബലത്തിന് തറ എനിക്കൊരു പ്രതിബലം തരുന്നതുകൊണ്ട് എനിക്ക് ചവിട്ടി നിന്ന് വണ്ടിയെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റും. ക്ലിയർ ആണ് ഇത്രയും കാര്യം? ഓക്കെ, നിങ്ങളത് മനസ്സിൽ അസ്യൂം ചെയ്ത് നോക്കണം. നമ്മൾ കാല് കൊണ്ട് തറയിൽ ചവിട്ടി നിന്നല്ലേ വണ്ടി ഇങ്ങനെ തള്ളി നീക്കുന്നത്. അത്രയും കാര്യം ഓക്കെ. എടാ, ഇൻ കേസ് ഈ തറ നമുക്കൊരു പ്രതിബലം തന്നില്ലെങ്കിലാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ തറയിലൊരു ബലം കൊടുക്കുന്നു, തറ തിരിച്ചെന്ത് ചെയ്യുന്നു? ഒരു ബലം തരുന്നു. സോ തറ തിരിച്ചൊരു പ്രതിബലം തന്നില്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി തള്ളാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പിന്നെയും ഇതിൻ്റെ അകത്തോട്ട് പോവേയല്ലേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ഞാൻ ഇതിൽ ഇങ്ങോട്ടൊരു ബലം കൊടുക്കുമ്പോൾ തിരിച്ചൊരു ബലം തരുന്നതാണ് ഞാൻ ബാലൻസ് ആയി നിൽക്കുന്നത്. എന്നാൽ തിരിച്ചൊരു ബലം കിട്ടിയില്ലെങ്കിൽ ഞാൻ കൂടുതൽ ബലം കൊടുക്കുകയും ഞാൻ ഈ മണ്ണിൻ്റെ അകത്തോട്ട് പോവുകയല്ലേ ചെയ്യുള്ളൂ. ചെളിയിൽ നിന്ന് വണ്ടി തള്ളാൻ പറ്റൂല. ശ്രദ്ധിച്ചേക്കണേ, ചെളിക്കകത്ത് നിന്ന് എന്ത് തള്ളാൻ പറ്റൂല? വണ്ടി തള്ളാൻ പറ്റൂല. കാരണം ചെളി എന്ത് തരുന്നില്ല? പ്രതിബലം തരുന്നില്ല. കോൺസെപ്റ്റ് ഇപ്പം ക്ലിയർ ആണോ? ഞാൻ എന്തിന് ഇത്രയും പറഞ്ഞു? അത് തെറ്റിക്കരുത്. നിങ്ങൾ ചെളിക്കകത്ത് നിന്നിട്ട് ചതുപ്പ് നിലത്തിലേക്ക് നിന്നിട്ട് വണ്ടി തള്ളാൻ നോക്കിയാൽ പറ്റുമോ? നമ്മൾ വണ്ടിയുടെ ഈ ചതുപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ താഴ്ന്നു പോവേയല്ലേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെളി നമുക്കൊരു പ്രതിബലം എന്ത് ചെയ്യുന്നില്ല, തരുന്നില്ല. എന്നാൽ ഒരു സാധാരണ റോഡിലാണെങ്കിലോ നമുക്ക് വണ്ടി തള്ളാൻ, കാരണം ആ സാധാരണ റോഡ് നമുക്ക് എന്ത് തരുന്നു? ഒരു പ്രതിബലം തരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും, ഇങ്ങനെ ഒരു പ്രതിബലമുണ്ട്. എന്നാൽ മറ്റേ സ്ഥലത്ത് ചെളി തിരിച്ചൊരു ബലം തരൂല. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇങ്ങനെ നേരെ എന്ത് ചെയ്യും? ചെളിക്കകത്തോട്ട് പോകും. അതേപോലെ ഐസിന്റെ മുകളിൽ കയറുന്ന വണ്ടി തള്ളാൻ പറ്റൂല. ക്ലിയർ? ഐസിന്റെ മുകളിൽ നിന്നും ചെളിയിൽ നിന്നും വണ്ടി തള്ളാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ രണ്ടും എന്ത് തരുന്നില്ല? പ്രതിബലം തരുന്നില്ല. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഓർത്തു വെച്ചോ, ചെളിക്കകത്ത് നിന്ന് വണ്ടി തള്ളാൻ പറ്റില്ല. കാരണം എന്താണ്? ചെളി നമുക്ക് എന്ത് തരുന്നില്ല? പ്രതിബലം. അതാ പ്രതിപ്രവർത്തനം. അതിന് നമുക്ക് തിരിച്ചു കിട്ടുന്ന ബലത്തെയാണ് നമ്മൾ പ്രതിബലം എന്ന് വിളിക്കുന്നത്. സോ പ്രതിബലം തരുന്നില്ല. ക്ലിയർ ആണേ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ശരി, ഇവിടെ നിങ്ങൾ നോക്കി നോക്കടാ. ഇവിടെ ഇത് ശരിയാണോ? ഞാനൊരു ഭിത്തിയിൽ ഒരു ബലം കൊടുത്താൽ ആ ഭിത്തിയും എനിക്ക് തിരിച്ചൊരു ബലം തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോർമലി അത് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പേനയെ ഇങ്ങോട്ട് തള്ളി, അല്ലേ? അപ്പോൾ ന്യൂട്ടന്റെ ചലനനിയമം അനുസരിച്ച് പേനയും തിരിച്ച് എനിക്ക് എന്ത് ചെയ്യണം? ഒരു ബലം തരണം. അപ്പോൾ ഞാനും എന്ത് ചെയ്യണം? ഇങ്ങോട്ട് പോകണം. പക്ഷെ അങ്ങനെ സംഭവിക്കുമോ? ഇല്ല. അത് ഇവിടെ ഭൂമിയിലാണേ.
ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കേട്ടിട്ടില്ലടാ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അങ്ങ് അവിടെ. സോ അവിടെയുള്ള ആൾക്കാർ ഇതൊന്ന് ചെയ്തു നോക്കി. വീഡിയോ ഓൺലൈനിലുണ്ട്, ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല, യൂട്യൂബിലുണ്ടടാ. സോ അവർ ഒരു വലിയ പെട്ടി എടുത്തിട്ട് ആ പെട്ടിയിൽ അവരെന്ത് ചെയ്തു, ഒരു ബലം കൊടുത്തു. അപ്പോൾ അവരും എന്ത് ചെയ്തു, തിരിച്ചു പുറകിലോട്ട് വന്നു. ക്ലിയർ? കാരണം അവിടെ ഫ്രിക്ഷൻ ഒന്നുമില്ല. ഇവിടെ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് അത്ര ആഴത്തിലോട്ട് പോകണ്ട എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്പേസിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അവർ വലിയൊരു ബേസ് ബോർഡ് വെട്ടി എടുത്തിട്ട് അതിനെ അങ്ങോട്ട് തള്ളിയപ്പം ആ ബേസ് ബോർഡ് വെട്ടിയും അങ്ങോട്ട് പോയി, അവരും തിരിച്ചെന്ത് ചെയ്തു, ഇങ്ങോട്ട് വന്നു. കാരണം അവിടെ അവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയല്ലേ. ഇവിടെ നമ്മൾ തറയിലൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്കൊരു തിരിച്ചൊരു പ്രതിഫലം എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട്. സോ നമുക്കൊരു സപ്പോർട്ടുണ്ട്. സോ സപ്പോർട്ട് എന്നല്ലാതെ ഏറെ നിന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം യൂണിവേഴ്സലാണ്, മിക്ക സ്ഥലത്തും അതെന്താണ്, ആപ്ലിക്കബിൾ ആണ്. അതും കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയോ? അപ്പൊ മൂന്നാം ചലന നിയമം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനമുണ്ട്. നമുക്ക് അറിയാവുന്ന കേസാണ്. വണ്ടി തള്ളാൻ പറ്റൂല, ചെളിക്കകത്ത് നിന്ന് വണ്ടി തള്ളാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെളി നമുക്ക് എന്ത് തരുന്നില്ല, പ്രതിഫലം തരുന്നില്ല. ക്ലിയർ? പക്ക? എങ്കിൽ ഈ ഒരു ചോദ്യത്തിന് കൂടി എന്ത് ചെയ്യുക, ഉത്തരം തരിക. നോക്ക്, ബലവും പ്രതിബലവും, അങ്ങോട്ട് കൊടുക്കുന്ന ബലവും ഇങ്ങോട്ട് കിട്ടുന്ന ബലവും തുല്യവും വിപരീതവുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവ പരസ്പരം നിർവീര്യമാകപ്പെടുമോ, അഥവാ നിർവീര്യമാകണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാമേ. നന്നായിട്ട് ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അതായത് അറിയാവുന്ന ഏരിയയൊക്കെയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ 1.5x ഇട്ട് എന്ത് ചെയ്യുക, കാണുക. ഇല്ലെങ്കിൽ 2x ഇട്ട് കാണുക. ക്ലിയർ? നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മേഖലയാണെങ്കിൽ 2x ഇട്ട് കാണുക. എനിക്കൊരിക്കലും 2x ക്ലാസ് എടുക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കുറച്ചും കൂടെ സ്പീഡിൽ ക്ലാസ് എടുത്ത് പോകണമെന്ന്. പക്ഷേ ഞാൻ അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങൾക്ക് പിന്നെ 0.5 ഇട്ട് കാണേണ്ടി വരും. സോ അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡിൽ കേട്ടാൽ മനസ്സിലാവുമെങ്കിൽ 1.5x ഇടുക. അതേപോലെ തന്നെ കുറച്ചും കൂടെ സ്പീഡാണ് മതി വേണമെന്നുണ്ടെങ്കിൽ 2x എന്ത് ചെയ്യുക, ഇടുക. ക്ലിയർ? അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആദ്യം പറയുവേ. ശരി, നോക്കിക്കോ, പറഞ്ഞെന്ന് വിചാരിച്ചേണ്ട, വിട്ടുപോയി. സോ നോക്കിക്കോളാം, ഇവിടെ ബലവും പ്രതിബലവും തുല്യവും വിപരീതവുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവ എന്താ ക്യാൻസൽ ആവാത്ത? എന്താണ് അതിൻ്റെ അർത്ഥം? പോകരുത്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, എടാ ഇപ്പോൾ ഇത് ഞാൻ, ക്ലിയർ, ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുകയാണേ. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ, നിങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ എന്നെ നിങ്ങളുടെ സൈഡിലോട്ട് വലിക്കുകയാണ്. നിങ്ങൾ വലിക്കുന്ന വലി 40 ആണെന്ന് വിചാരിക്കുക. 40 ന്യൂട്ടനാണ് നിങ്ങൾ കൊടുക്കുന്ന വലി. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. എങ്കിൽ ഇപ്പുറത്ത് വേറെയും കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അവരെന്നെ അവരുടെ അടുത്തോട്ട് വലിക്കുകയാണ്. അവരെനിക്ക് 10 ന്യൂട്ടൻ ബലം തരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ 40 തരുന്നതിനെതിരെ, നിങ്ങൾ 40 ഇങ്ങോട്ട് തരുന്നതിനെതിരെ ഇവർ 10 ഇങ്ങോട്ട് തരികയാണ്. സോ എനിക്ക് നിങ്ങളുടെ സൈഡിലോട്ട് എത്രയേ ഫീൽ ആവുള്ളൂ, 30 ഫീൽ ആവുള്ളൂ. കാരണം എന്താണ്, ഇങ്ങോട്ടുള്ള 40-നെതിരെ അപ്പുറ സൈഡിൽ എന്ത് കിടപ്പുണ്ട്, ഒരു 10 കിടപ്പുണ്ട് അല്ലേ. സോ എനിക്ക് എത്രയേ ഫീൽ ആവുള്ളൂ, 30 ഫീൽ ആവത്തുള്ളൂ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ശരി, അങ്ങനെയാണെങ്കിൽ എഗെയിൻ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ തരുന്ന ഫോഴ്സും 40 ന്യൂട്ടനാണ്, ഇവർ തരുന്നതും 40 ന്യൂട്ടനാണെന്ന് വിചാരിക്കുക. രണ്ട് സൈഡിൽ എനിക്ക് 40 ന്യൂട്ടൻ കിട്ടിയാൽ ഈ നിൽക്കുന്ന എനിക്ക് ഫീൽ ആകുന്ന ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. എനിക്ക് ഫീൽ ആവുന്ന ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ അവിടെ എന്ത് സംഭവിച്ചു, നിങ്ങൾ 40 തന്നു, ഇവർ 40 തന്നു. അപ്പോൾ ഇവർ ഞാൻ -40 എന്നെടുക്കും. 40 + -40 എത്രയാണ്, 0 അല്ലേ. സോ എന്താണ് കോൺസെപ്റ്റ്, ഒരു വസ്തുവിൽ തുല്യവും വിപരീതവുമായ ബലങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ, ഒരു വസ്തുവിൽ തന്നെ തുല്യവും വിപരീതവുമായ ബലങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ അവ ക്യാൻസൽ ആയി പോകും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തെയാണ് നമ്മൾ നെറ്റ് ഫോഴ്സ്, പരിണിത ബലം എന്നൊക്കെ വിളിക്കുന്നത്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും, ഗ്രാവിറ്റിയിൽ പക്കാ പഠിക്കും. ഇപ്പം വിട്ടേരെ. സോ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വസ്തുവിൽ തുല്യവും വിപരീതവുമായിട്ടുള്ള ബലങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ അവ പരസ്പരം നിർവീര്യമായി പോകും. അവിടെ ആ നിൽക്കുന്ന വസ്തുവിന് ഫോഴ്സ് അനുഭവപ്പെടില്ല. ഇതാണ് കോൺസെപ്റ്റ്. ഇനി മൂന്നാം ചലന നിയമം ഇതല്ലേ പറയുന്നത്, എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ട് എന്നല്ലേ മൂന്നാം ചലന നിയമവും നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നോക്ക്, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് നമ്മൾ 10 കൊടുത്താൽ, അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നത് 10 ആണെങ്കിൽ തിരിച്ചും നമുക്ക് എത്ര കിട്ടും, 10 കിട്ടും എന്നല്ലേ പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെയും അതെന്തായി പോകണം, ക്യാൻസലായി പോകണ്ടേ. സോ മൂന്നാം ചലന നിയമത്തിലും ബലവും പ്രതിബലവും തുല്യവും വിപരീതവുമാണല്ലോ. എങ്കിൽ അവ ക്യാൻസൽ ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നോർമലി ക്യാൻസൽ ആവണം, പക്ഷെ മൂന്നാം ചലനത്തിൽ അവർ ക്യാൻസൽ ആകില്ല. കാരണം എന്താണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, എ ബിയിലോട്ടൊരു ബലം കൊടുത്താൽ
തിരിച്ച് ബി എയിലേക്കും അതേ ബലം തന്നെ തരും എന്നല്ലേ പറഞ്ഞത്. അതായത് നേരത്തെ ഒരു വസ്തുവിൽ തന്നെയല്ലേ എന്താണ് തുല്യം വിപരീതവുമായ ബലങ്ങൾ അനുഭവപ്പെട്ടത്. എന്നാൽ ഇവിടെ ബിയിലാണ് ഇപ്പോൾ ഒരു 10 അനുഭവപ്പെടുന്നതെങ്കിൽ തിരിച്ച് എയിലാണ് അടുത്ത് എന്ത് ചെയ്യുന്നത് 10 അനുഭവപ്പെടുന്നത്. സോ രണ്ട് വസ്തുക്കളിലാണ് അവിടെ എന്ത് ചെയ്യുന്നത് അനുഭവപ്പെടുന്നത്. ഒരു വസ്തുവിൽ തന്നെ തുല്യവും വിപരീതവുമായ ബലങ്ങൾ അനുഭവപ്പെട്ടാലാണ് അവിടുത്തെ ഫോഴ്സ് എന്താവുന്നത് ക്യാൻസൽ ആകുന്നത്, നിർവീര്യം 0 മാറുന്നത്. ക്ലിയർ. എന്നാൽ ഇവിടെ രണ്ട് വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഫോഴ്സ് എന്താവില്ല 0 ആവില്ല. ഇത് ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു, PYQ ആണ്. ക്ലിയർ. സോ ബലവും പ്രതിബലവും തുല്യവും വിപരീതവുമായിട്ടും മൂന്നാം ചലന നിയമം അനുസരിച്ച് എന്തുകൊണ്ട് ഇവ നിർവീര്യമാകുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയണം, ഇത് രണ്ടും അനുഭവപ്പെടുന്നത് രണ്ട് വ്യത്യസ്ത വസ്തുക്കളിലാണ്. രണ്ടും അനുഭവപ്പെടുന്നത് രണ്ട് വ്യത്യസ്ത വസ്തുക്കളിലാണ്. ഇതോടുകൂടി 3 ചലന നിയമവും തീരുകയാണ്. ക്ലിയർ. ചലന നിയമത്തിലെ ലാസ്റ്റ് പോയിന്റ് ഞാൻ പറയുന്നോടാ, ശ്രദ്ധിച്ചു കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ആണ്. നമ്മൾ രണ്ടാം ചലന നിയമത്തിന്റെ എക്സാമ്പിൾ ആയിട്ടല്ലേ പോൾ വാൾട്ട് ചാടുമ്പോൾ മെത്തയിടുന്നതും കൈ വലിക്കുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞത്. സോ ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ആദ്യം 3 ചലന നിയമം ഒന്ന് സോർട്ട് ചെയ്യാം. എന്നിട്ട് ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാടാ. നോക്കിക്കോ. ഫസ്റ്റ് ഒന്നാം ചലന നിയമം. ഒന്നാം ചലന നിയമത്തിൽ എന്തിനെ പറ്റി പറഞ്ഞു? ജഡത്വത്തെ പറ്റി പറഞ്ഞു അല്ലെ. രണ്ടാം ചലന നിയമത്തിൽ എന്തിനെ പറ്റി പറഞ്ഞു? ആക്കത്തെ പറ്റി പറഞ്ഞു. മൂന്നാം ചലന നിയമത്തിൽ എന്തിനെ പറ്റി പറഞ്ഞു? ബലവും പ്രതിബലവും അല്ലെ. ബലവും പ്രതിബലത്തെ പറ്റിയും പറയുന്നത് മൂന്നാം ചലന നിയമത്തിലാണ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് PS ചോദിക്കും, ബലത്തിന് ഒരു നിർവചനം നൽകിയത് ഒന്നാം ചലന നിയമം, ബലത്തിന് സമവാക്യം നൽകിയത് രണ്ടാം ചലന നിയമം. ജഡത്വത്തെ പറ്റി പറയുന്ന ചലന നിയമമാണ് ഏത്? ഒന്നാം ചലന നിയമം. ആക്കത്തെ പറ്റി പറയുന്ന ചലന നിയമമാണ് ഏത്? രണ്ടാം ചലന നിയമം. ആവേഗത്തെ പറ്റിയും മെൻഷൻ ചെയ്തത് ഏതിലാണ്? 2ലാണ്. നമ്മൾ പഠിച്ചില്ല, മനഃപൂർവ്വം സ്കിപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ 3 പ്രതിബലത്തെ പറ്റി പറഞ്ഞു. ക്ലിയർ. അപ്പം ജഡത്വത്തിന്റെ എക്സാമ്പിൾ എല്ലാം ഒന്നാം ചലന നിയമത്തിന്റെ എക്സാമ്പിൾ ആണ്. സോ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യാത്രക്കാർ മുന്നിലോട്ട് പോകുന്നത് ചലന ജഡത്വമാണ്. അതേപോലെ നിർത്തിയിട്ടിരിക്കുന്ന ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാത്രക്കാർ പിന്നിലോട്ട് പോകുന്നത് നിശ്ചല ജഡത്വമാണ്. ബസ് വളവ് വളയ്ക്കുമ്പോൾ യാത്രക്കാർ ഒരു വശത്തേക്ക് ചരിയുന്നത് ദിശാ ജഡത്വമാണ്. നമ്മൾ പഠിച്ചില്ലേ? പക്ഷേ ഇതെല്ലാം ഏത് ചലന നിയമമാണെന്ന് ചോദിച്ചാൽ ഒന്നാം ചലന നിയമമാണ് അല്ലെ. ഇതെല്ലാം ഏത് ചലന നിയമത്തിന്റെ എക്സാമ്പിൾ ആണ്? ഒന്നാം ചലന നിയമത്തിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത് ആക്കം. മറ്റേ പോൾ വാൾട്ട് ചാടുമ്പോൾ മെത്തയിടുന്നത്, അഭ്യാസി കൈ കൊണ്ട് ഇഷ്ടിക പൊട്ടിക്കുന്നത്, ക്യാച്ച് പിടിക്കുമ്പോൾ കൈ പുറകിലേക്ക് വലിക്കുന്നത്, ആഘാതം കൂട്ടാനോ കുറയ്ക്കാനോ ചെയ്യുന്നതെല്ലാം ഏതാണ്? രണ്ടാം ചലന നിയമമാണ്. നീന്തുന്നത്, തുഴയുന്നത്, റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത് ഇതെല്ലാം ഏത് ചലന നിയമമാണ്? മൂന്നാം ചലന നിയമമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം, രണ്ടാം ചലന നിയമത്തിന്റെ എക്സാമ്പിൾ എടുത്തോ. അപ്പം ജഡത്വം വന്ന 1, ബലവും പ്രതിബലവും വന്ന 3, ആഘാതം കുറയ്ക്കുന്നത് 2. സോ പോൾ വാൾട്ട് ചാടുമ്പോൾ മെത്തയിടൂലേ, അത് ആഘാതം കുറയ്ക്കാനായിട്ട് നമ്മൾ അത് ഏതിലാണ് പറയുന്നത്? 2ലാണ് പറയുന്നത്. എന്നാൽ എത്രമാത്രമാണോ മുകളിൽ നിന്ന് വീഴുന്നത് അത്രമാത്രമല്ലേ താഴുകയും പൊങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അത് മൂന്നാം ചലന നിയമമല്ലേ. മറ്റേ കമ്പ് കുത്തി ചാടുന്നതാണ് പോൾ വാൾട്ട്. സോ അവിടെ മെത്തയിടുമ്പം അത് നമ്മൾ 2ലാണ് പറയുന്നതെങ്കിലും എത്ര മുകളിൽ നിന്നാണോ താഴോട്ട് വീഴുന്നത് അത്രമാത്രമല്ലേ പൊങ്ങുന്നത്. അടുത്ത് ക്രിക്കറ്റ് കളിക്കാർ ക്യാച്ച് പിടിക്കുമ്പോൾ കൈ പുറകിലോട്ട് വലിക്കൂലേ, അത് രണ്ടാം ചലന നിയമമല്ലേ ആഘാതം കുറയ്ക്കുന്നത്. എന്നാൽ ചലനാവസ്ഥയിൽ നിന്ന് നിശ്ചലാവസ്ഥയിലോട്ടല്ലേ എത്തിയത്, അപ്പോൾ അത് ജഡത്വം വന്നില്ലേ, അപ്പോൾ അത് ഒന്നാം ചലന നിയമമല്ലേ. അത് മാത്രമല്ല എത്രമാത്രം പുറകിലോട്ട് വലിക്കുമ്പോൾ അത്രമാത്രം ആഘാതം കുറയില്ലേ, അപ്പോൾ അത് മൂന്നാം ചലന നിയമമായില്ലേ. എന്ന് വെച്ചാൽ രണ്ടാം ചലന നിയമത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് 1 കാണാൻ പറ്റും, 3 കാണാൻ പറ്റും. ക്ലിയർ. രണ്ടാം ചലന നിയമത്തിൻ്റെ അകത്ത് ഒന്നാം ചലന നിയമവും കാണാൻ പറ്റും, മൂന്നാം ചലന നിയമവും കാണാൻ വേണ്ടി പറ്റും. സോ ന്യൂട്ടന്റെ 3 ചലന നിയമവും ഉൾക്കൊള്ളുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം. ക്ലിയർ ആയോ? ന്യൂട്ടന്റെ 3 ചലന നിയമവും ഉൾക്കൊള്ളുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം. ഓർത്തു വെച്ചോ. ക്ലിയർ. അത് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. അതൊരു കഥയാണ്ട. ന്യൂട്ടൻ സത്യത്തിൽ ഒരു ചലന നിയമമേ ഉള്ളൂ. ന്യൂട്ടൻ ഭയങ്കര വിശ്വാസിയായിരുന്നേ, അത് സത്യമാണ്. ന്യൂട്ടൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് പണ്ട് കാലത്ത് 1 എന്നുള്ള സംഖ്യ നല്ലതല്ലാത്തതുകൊണ്ട് ന്യൂട്ടൻ ആകെപ്പാടൊരു ചലന നിയമം, അത് രണ്ടാം ചലന നിയമം, നമ്മൾ പഠിച്ച 2ആണ് ആകെപ്പാട് ന്യൂട്ടനുള്ള ചലന നിയമം. എന്നിട്ട് ന്യൂട്ടൻ ആ ചലന നിയമത്തെ സ്പ്ലിറ്റ് ചെയ്തു, 2 എണ്ണവും കൂടെ ആക്കിയിട്ട് അതിൽ എന്താണ് അങ്ങനെ 1ഉം 3ഉം ഉണ്ടാക്കിയിട്ട് ന്യൂട്ടൻ്റെ ആകെപ്പാടുള്ള ചലന നിയമത്തെ നടുക്കിട്ട് കൊടുത്തു എന്നൊരു കഥയുണ്ട്. നമുക്ക് കഥയൊന്നും വേണ്ട, എന്ന് വെച്ചാൽ ന്യൂട്ടൻ ഉടനെ ഉള്ളായിരുന്നുള്ളൂ. അതിനെ ന്യൂട്ടൻ തന്നെ വേറെ വേറെ സ്പ്ലിറ്റ് ആക്കിയിട്ട് 3 എണ്ണം ആക്കിയിട്ട് ആകെപ്പാട് കണ്ടുപിടിച്ചതിനെ നടുക്കിട്ട് കൊടുത്തു എന്ന ഒരു കഥയുണ്ട്. നിങ്ങൾ ആ കഥ വിട്ടേരെ. എനിവേ ന്യൂട്ടൻ്റെ 3 ചലന നിയമം ഉൾക്കൊള്ളുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം. ഓക്കെ അല്ലേ? സോ ഇതോടുകൂടി ചലനം എന്ന ടോപ്പിക്ക് തീരുകയാണ്. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സോ ഈ നമ്മൾ ആവേഗം സ്കിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. അല്ലാതെ ചലനം എന്ന ടോപ്പിക്ക് തീർന്നു. എൻ്റെ പൊന്നടാ, എത്രയോ മണിക്കൂർ ഉണ്ടായിരുന്നു എനിക്കൊരു പിടിയില്ല. സോ അപ്പോൾ നമ്മൾ ആദ്യം ചലനം എന്താണെന്ന് പഠിച്ചു, ഇതിന് ചലന സമവാക്യം പഠിച്ചു,
കണക്ക് ചെയ്തു, അതേപോലെ തന്നെ വിവിധ തരം ചലനം, ചലന നിയമം, ഇത്രയും കാര്യം നമ്മൾ പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി PYQ SCRT ആണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. സോ ഞാൻ വിചാരിക്കുന്നു SCRT PYQ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി, നല്ല ലോങ് ക്ലാസ് ആയിരുന്നു. നിങ്ങൾ ക്ലാസ് ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ, എന്തായി, എങ്ങനെ ഉണ്ടായിരുന്നു, ലോങ് ക്ലാസ്സുകൾ മതിയോ അതേ ഇനി ഷോർട്ട് ആക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.